അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇതേപോലെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? ആരെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക? ആരെ കൂടെ ഉണ്ടാകുമ്പോഴാണ്? യെസ്, വെരി ഗുഡ്. ആരാ പറഞ്ഞാളെ? യെസ്, വെരി ഗുഡ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്? എപ്പോഴെങ്കിലും പിന്നെ വേറെ ഹാപ്പി ആവാം. ഫാമിലിയിൽ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഹാപ്പിയാവും. ഓക്കെ, വെരി ഗുഡ്. ദെൻ എപ്പോഴെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം അല്ല. പിന്നെയോ? കളിക്കാൻ പോകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? യെസ്, വെരി ഗുഡ്. ടൂറ് പോകുമ്പോഴോ സന്തോഷം ഉണ്ടാവുമോ? ഓക്കെ. സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചിരിച്ചും കളിച്ചും ആർട്സും സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ അങ്ങനെ ഒരുപാട് സമയം ചിലവഴിക്കുമ്പോൾ ഹാപ്പി ആവുമോ? നിങ്ങളെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോയിട്ട് നല്ല അടിപൊളി കളർ കോഡ് ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായിട്ട് നല്ല വൈബായിട്ട് ഇങ്ങനെ ചെത്തുന്ന സമയത്ത് രസം ഉണ്ടാവുമോ? ഹാപ്പി ആവുമോ? യെസ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാന ഘടകമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? ഫ്രണ്ട്സിനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ളതെങ്കിലും. പക്ഷെ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ കുട്ടിയെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടാവും? കൈയില്ലാത്ത പോലെ തോന്നുന്നുണ്ടാവും. പിന്നെന്താണ്? ഒറ്റയടിക്ക് എന്തോ പറയാം, ഇത് ഏത് ടൈപ്പിലുള്ള കുട്ടിയാണ്? വയ്യാത്ത കുട്ടിയാണ്. വെരി ഗുഡ്, വയ്യാത്ത കുട്ടിയാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആണ്, അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. യെസ്, വെരി ഗുഡ്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണ്. ഉണ്ടോ? എനിക്ക് ആ കുട്ടിയുടെ ഫോട്ടോ ഞാനൊരു ഗൂഗിൾ സൈറ്റിൽ നിന്ന് എടുത്താണ്. നല്ല ക്യൂട്ടായിട്ടൊരു കുട്ടി, അല്ലേ? എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള, നല്ല ക്യൂട്ടായിട്ട് നിഷ്കളങ്കമായ ഒരു കുട്ടിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നടക്കാൻ കഴിയും. ഫിസിക്കലി ഡിസേബിൾഡ് ആണ് കുട്ടി. ഈ കുട്ടിയെ കണ്ണു കാണൂല. ഫിസിക്കലി മെൻ്റലി നമ്മൾ മന്ദബുദ്ധി എന്ന് പറയില്ലേ, അത് പറയാൻ പാടില്ല. മെൻ്റലി ഡിസേബിൾഡ് എന്ന് പറയാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല കേട്ടോ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, ഫ്രണ്ട്സ്, കല്യാണങ്ങൾ, ടൂറ്, സ്കൂൾ, സെലിബ്രേഷൻസ്, ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിലെ ഈ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ ഈ പറഞ്ഞ കുട്ടികൾക്ക് കഴിയോ? കഴിയില്ല. ഇവർ പടച്ചോനോട് എന്തോ തെറ്റ് ചെയ്തിട്ടല്ലേ പടച്ചോന് ഇവരെങ്ങനെ ആക്കിയത്? യെസ് ഓർ നോ? അല്ല. നമ്മൾ ഒന്നും അല്ല ഇങ്ങനെ ആക്കാതിരുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പടച്ചോനക്ക് എന്തൊക്കെയോ നന്മ ചെയ്തു കൊടുത്തോണ്ടല്ലേ? യെസ് ഓർ നോ? നമ്മളെ ഒരു കുഴപ്പവുമില്ലാതെ ആക്കിയ അതേ പടച്ചോൻ തന്നെയാണ് ഇവരെ ഈ കോലത്തിലും ആക്കിയത്. അതിനർത്ഥം എന്താ? അള്ളാഹ്ക്ക് വേണമെങ്കിൽ നമ്മളെയും ഇങ്ങനെ ആക്കാമായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഏജ് ഉണ്ടല്ലോ, നിങ്ങളുടെ വയസ്സ്, ഇപ്പോഴുള്ള ഏജ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഈ കോലത്തിലല്ല. നിങ്ങൾ ഈ കുട്ടികളെപ്പോലെ, നിങ്ങൾ ഈ കുട്ടികളെപ്പോലെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള, ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയാന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഏജ് ഇപ്പോൾ ഈ ഏജ് തന്നെ ഉള്ളൂ, ഒരു വയസ്സൊന്നും കൂടി, ഈ സെയിം ഏജ്. ചിന്തിച്ചോ? ഈ വയസ്സാണ്. ഈ ഓട്ടിസ്റ്റ് കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് സ്വന്തമായി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കഴുകാൻ കഴിയില്ല. അപ്പോൾ അവരെ വേറൊരാളൊന്ന് കഴുകി കൊടുക്കണം. ഭക്ഷണം സ്വന്തമായി കഴിക്കാൻ കഴിയില്ല, ഒരാൾ ഭക്ഷണം വാരി കൊടുക്കണം. കുളിക്കാൻ കഴിയില്ല, കുളിപ്പിച്ചു കൊടുക്കണം. ഡ്രസ്സ് സ്വന്തം ഇടാൻ കഴിയില്ല, ഡ്രസ്സ് വേറെ ഇട്ട് കൊടുക്കണം. എല്ലാതും ഒരാൾ ചെയ്തു തരണം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങളെ ഏജ് ഇതാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇതാണ്. ശരിക്കും ആലോചിച്ച് മനസ്സിൽ ഉത്തരം വിളിച്ചു പറയണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി. ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഉമ്മ ഇപ്പോൾ നിങ്ങളെ കെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ കെയർ ചെയ്യോ, അതല്ല കുറച്ച് കെയർ ചെയ്യോ? ഉത്തരം കിട്ടിയോ? നിങ്ങൾ ഇപ്പോൾ ഉള്ള ലെവലിൽ ഇതേപോലെ നല്ല അടിപൊളിയൊന്നുമല്ല, നിങ്ങൾ സുഖമില്ലാത്തൊരു കുട്ടിയാന്ന് വിചാരിക്കാം. നിങ്ങളെ ഉമ്മ ഇപ്പോൾ നിങ്ങളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ നോക്കുമെന്നാണ് ചോദിക്കണത്. യെസ് ഓർ നോ?
ഉത്തരം കിട്ടിയെങ്കിൽ പറയാം, യെസ് ഓർ നോ? നോക്കും. ഇപ്പം നിങ്ങൾ നോക്കണതിനേക്കാളും കൂടുതൽ നോക്കും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഞാൻ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മന്ദബുദ്ധിയായ ബുദ്ധിയില്ലാത്ത കുട്ടി ആയിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇതേ പ്രായമാണ് കേട്ടോ, ഇപ്പോൾ പോകുന്നത് പോലെ നിങ്ങൾ സ്കൂളിൽ പോകണ്ടാവോ? ഇപ്പോൾ പോകുന്നത് പോലെ കളിക്കാൻ പോകണ്ടാവോ? ഇപ്പോഴുള്ളത് പോലത്തെ ഫ്രണ്ട്സ് ഉണ്ടാവോ? ഇപ്പോഴുള്ളത് പോലത്തെ ലൈഫിലെ അടിപൊളി ലൈഫ് ഉണ്ടാവോ? എന്നുവെച്ചാൽ ഇവരൊക്കെ നമുക്ക് നല്ല ആരോഗ്യം ഉള്ളത് കൊണ്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മടിയും കൂടാതെ നമ്മളെ നോക്കുന്ന ആളുകളാണ് നമ്മുടെ ഉമ്മ. അത് എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾക്ക്? അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ ഉപ്പ ഇപ്പം നിങ്ങളെ നോക്കുന്നതിനേക്കാളും നോക്കും നിങ്ങൾ സുഖമില്ലാത്ത ആളായാൽ. ഇപ്പം നിങ്ങളോട് ചിരിക്കുന്നതിനേക്കാൾ കളിക്കുന്നതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ കളിപ്പിക്കും. ഉണ്ടോ? ഈ കുട്ടീൻ്റെ പാരൻ്റ് കളിപ്പിക്കുകയാണ്. കാരണം കുട്ടിക്ക് വയ്യ, കൂടുതൽ കെയർ ചെയ്യാണ്. കണ്ടോ? അതേപോലെ കുട്ടീൻ്റെ അമ്മ കെയർ ചെയ്യാണ്, തീരെ വയ്യ. പക്ഷെ അമ്മേൻ്റെ ഒരുപാട് സമയം ഈ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് വയ്യാതായിട്ടും നമ്മളെക്കൊണ്ട് ഒരു ഉപകാരവുമില്ല. നമ്മളിഞ്ഞ് പഠിക്കൂല, വലിയ ആളാവൂല, ജോലി നേടൂല, പൈസ ഉണ്ടാക്കൂല, ഇതൊന്നും ചെയ്യൂല എന്ന് 100% ഉറപ്പുണ്ട്. എന്നിട്ടും ഇപ്പോൾ നോക്കണതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ നോക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കല്യാണം, കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ, അവരൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം, നമ്മളെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയത്ത് എത്ര നിങ്ങളുടെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ 2ാമത്തെ മാസം തുടങ്ങുമ്പോൾ ഉമ്മ മനസ്സിലാക്കി എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളുടെ ഉമ്മ കണ്ടുക്കണോ? നിങ്ങൾ ആണാണോ പെണ്ണാണെന്ന് ഉമ്മാക്ക് അറിയോ? ഈ സമയത്ത് അങ്ങനത്തെ ഒരു സമയത്ത് എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹം തുടങ്ങിയ ആളാണ് ആര്? ഉമ്മ. എന്ന് വെച്ചാൽ നിങ്ങൾ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയ ആളാണ് നമ്മുടെ ഉമ്മ. ഉണ്ടോ? നമുക്ക് ഈ കാണുന്ന കണ്ണും കാതും കയ്യും സൗന്ദര്യം ഒന്നുമില്ലായിരുന്നു. ഉമ്മാൻ്റെ വയറ്റിൽ ഒരു ചെറിയ അട്ടയുടെ വലുപ്പത്തിലുള്ള ചെറിയ രൂപമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഉമ്മാൻ്റെ വയറ്റിൽ ഒരു ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി വലുതായി, കണ്ണും കയ്യും അവയവങ്ങളൊക്കെ തുടങ്ങി, കുറച്ചും കൂടി വലുതായി. ഈ ഇങ്ങനെ വലുതാവണ ഈ സമയത്ത് കൃത്യമായിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, വെള്ളം കിട്ടിയിട്ടുണ്ട്, വായു, ഓക്സിജൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെന്നറിയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പൊക്കിളിക്കൊടി കണ്ടങ്ങൾ ഉണ്ടോ? ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങളുടെ പൊക്കിളിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ട്യൂബ് ഉണ്ടായിരുന്നു. പ്രസവിക്കുമ്പോൾ അത് കട്ട് ചെയ്യും. ഉണ്ടോ? ഇപ്പം നമുക്കെല്ലാവർക്കും ഡ്രസ്സ് മാറ്റിയോടെ പൊക്കിൾ കാണാം. നമുക്ക് ആ പൊക്കിളുകൊണ്ട് എന്തെങ്കിലും നിലവിൽ നമുക്ക് ആവശ്യമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടോ? ഒന്നും ചെയ്യണില്ല. പക്ഷെ ഒരു അടയാളാണ്, റിമൈൻഡറാണ്. എന്താണെന്നറിയങ്ങൾ? നിങ്ങൾ നിങ്ങളുടെ ഉമ്മാൻ്റെ വയറ്റിൽ കിടന്നിരുന്നു. ഇതിൻ്റെ മറ്റേ അറ്റ് നിങ്ങളുടെ ഉമ്മാൻ്റെ വയറ്റിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നുമല്ലാതിരുന്ന ഈ സമയത്ത് ഉമ്മാൻ്റെ വയറിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്ത് ഊറ്റി കുടിച്ച് ഉമ്മയുടെ രക്തത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കണ്ണുണ്ടായത്. ഉമ്മയുടെ രക്തത്തിൽ നിന്നാണ് നിങ്ങൾക്ക് നാവ് ഉണ്ടായത്. ഉമ്മയുടെ രക്തത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തുണ്ടായത്? കാലുണ്ടായത്. അല്ലേ? അങ്ങനെ വളർന്നു നമ്മൾ എന്തായി മാറി? പ്രസവിച്ചു ഉടനെ നമ്മൾ ഓടാനും ചാടാനും തുടങ്ങുമോ? നമുക്ക് ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ ചെരിയാനും മടയാനും ഒന്നും നമുക്കറിയില്ലായിരുന്നു. ആ സമയത്ത് നമ്മളെ നിലത്ത് വെക്കാതെ കൊണ്ട് നടന്ന് വിരലുകളൊക്കെ നിങ്ങൾ ഉമ്മ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് ഭക്ഷണം തന്നു. ഉമ്മാൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും വരുന്ന മുലപ്പാൽ കുടിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നത്. ശരീരത്തിൻ്റെ എനർജി അതാണ്. 2 കൊല്ലത്തോളം നമ്മൾ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരുന്ന സമയത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ കുട്ടിക്ക് 9 മാസമാണ് സമയം. മെല്ലെ ഉമ്മ ഉമ്മ പ എന്ന് വിളിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വൈഫ് എന്നെ കാണുമ്പോൾ എൻ്റെ വൈഫ് കുട്ടീനെ ഒക്കെ എന്ന് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ? മോളെ അബ്ബാന്ന് വിളിക്ക് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും സംസാരം തുടങ്ങിയത് നിങ്ങളുടെ ഉമ്മ നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടാണ്. അല്ലേ? ആ ഉമ്മ സംസാരിക്കാൻ പഠിപ്പിച്ച നാവ് കൊണ്ട്
നിങ്ങളൊന്ന് പോയി പണി നോക്കി. നിങ്ങൾ ആരാ അതൊക്കെ ചോദിക്കാൻ? നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളെ കൊണ്ട് എടങ്ങറായിക്കണ് എന്ന് ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്ന സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മയുടെ രക്തം ഊറ്റി കുടിച്ച് വളർന്ന് ഉമ്മയുടെ വയറ്റിൽ നിന്ന് എല്ലാം നേടിയെടുത്തിട്ട് ഉമ്മാന്റെ രക്തത്തിൽ നിന്നുണ്ടായ നാവ് കൊണ്ട് ഉമ്മയോട് ചീത്ത പറയുന്ന, ഒച്ചയിട്ട് ഉമ്മയെ പേടിപ്പിക്കുന്ന, നിങ്ങൾ പോയിക്കാണ് പേടിപ്പിക്കുന്ന കുട്ടികൾ അല്ലേ? പിന്നെയോ അങ്ങനെ വളരുന്ന സമയത്ത് മെല്ലെ മെല്ലെ ഒക്കത്തു നിന്ന് മെല്ലെ നിലത്തിറക്കിയിട്ട് മോളെ നടക്കുമെന്ന് വരും. അതിന് ഉമ്മ ഇങ്ങനെ ബാക്കിലേക്ക് നടക്കും, നിങ്ങൾ മെല്ലെ കാല് വെച്ച് ഇങ്ങനെ മുമ്പിലേക്ക് നടക്കും. അങ്ങനെ നടന്നിട്ടാണ് ഓടാനും ചാടാനും കഴിയുന്ന എത്ര ശക്തമായ കാലാണ്. ഇതുകൊണ്ടല്ലേ നമ്മൾ കളിക്കാൻ പോണത്. ഉമ്മ നടത്തം പഠിപ്പിച്ച ഉമ്മയുടെ രക്തത്തിൽ നിന്നുണ്ടായ ഈ കാല് കൊണ്ട് ഉമ്മാന്റെ നേരെ ചെയർ തട്ടുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്, ഡ്രസ്സ് വലിച്ചെറിയുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്, വാതിൽ ചവിട്ടി അടക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്, പ്ലേറ്റ് വലിച്ചെറിയുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ഉമ്മാന്റെ രക്തം വലിച്ചൂറ്റി കുടിച്ചിട്ടുണ്ടായ കാല് ഉമ്മ പഠിപ്പിച്ചത് നടത്തി ആ കാല് കൊണ്ട് ഉമ്മാന്റെ നേരെ ദേഷ്യം പിടിക്കുക, വലിച്ചെറിയ, ഡോറുറക്കടക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പുറത്തേക്കൊന്നും പോകണ്ട. നിങ്ങളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന കാലുണ്ട്. പേടിക്കുമ്പോൾ ഒരൊച്ച കേട്ടു, ഒരു നായ കുരച്ചു, ഉമ്മ എന്ന് പേടിക്കുന്നു. അതേപോലെ ഉമ്മയെ പേടിച്ച് കെട്ടിപ്പിടിക്കും. പക്ഷേ ഈ കൂട്ടത്തിൽ ചില കുട്ടികൾ സ്വന്തം ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് എത്രയോ നാളായിട്ടുണ്ട്. ഉമ്മ വീട്ടിലുണ്ട് കേട്ടോ, ഉമ്മ ഇങ്ങോട്ടും പോയിട്ടില്ല. ഉമ്മ പാവ അടുക്കളയിൽ നിന്ന് അടുപ്പിൻ്റെ ചൂടും പുകയും വെയിലത്ത് പണിയെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, വസ്ത്രം അലക്കി തരുന്നുണ്ട്. ഉമ്മ സ്വന്തം ഉമ്മയൊന്ന് ഹഗ് ചെയ്തിട്ട് എത്രയോ ദിവസമായ കുട്ടികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന കുട്ടികളാണ്. ഉമ്മയുടെ അടുത്ത് പോകാൻ നേരമില്ല, ഉമ്മയൊന്ന് കെട്ടിപ്പിടിക്കാൻ നേരമില്ലാത്ത കുട്ടികളാണ്. ഉമ്മയായിരുന്നു വസ്ത്രം മദ്രസയിലേക്ക് പോകുമ്പോൾ മഫ്ത കുത്തി തന്നിന്ന്. ഇന്ന് ആ ഉമ്മ പറയാത്ത രീതിയിൽ, ഉമ്മ പറഞ്ഞതിൽ വസ്ത്രം ഇടാതെ മൈ ലൈഫ് മൈ ചോയ്സ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയാണ്. ഉമ്മ വാങ്ങണ്ട എന്ന് പറഞ്ഞ വസ്ത്രം വാങ്ങുന്നു കേട്ടോ. ഉമ്മയെ ഒരു മടിയുമില്ലാതെ ധിക്കരിക്കുന്ന കുട്ടികൾ, ദേഷ്യം പിടിക്കുന്ന, വസ്ത്രത്തിന് ഡ്രസ്സ് എടുക്കുന്ന വിഷയത്തിൽ ഉമ്മയുടെ ദേഷ്യം പിടിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്. നോക്കി നിങ്ങൾ. ഉപ്പയുടെ അടുത്തേക്ക് ഉപ്പാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്ന കുട്ടികളല്ല നിങ്ങളെല്ലാവരും ചെയ്തിരുന്നു. ഇന്ന് ഉപ്പയെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഉപ്പയോട് തമാശ പറയലുണ്ടോ? ഉപ്പയോട് കളിക്കലുണ്ടോ? ഉപ്പയോട് സ്നേഹത്തോടെ സംസാരിക്കലുണ്ടോ? ഉപ്പ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളോട് ഉപ്പ വലിയ ക്രൂരത കാണിച്ചില്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? അതുകൊണ്ടല്ലേ ഉപ്പയോട് നിങ്ങൾ കമ്പനി അടിക്കാത്ത? നിങ്ങൾക്ക് ഉപ്പ ഭക്ഷണം തരുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങളെ കാര്യങ്ങളൊന്നും ഇപ്പം നോക്കണില്ലല്ലോ, പൈസ ഒന്നും വീട്ടിൽ തരുന്നില്ല, അതുകൊണ്ടല്ലേ ഉപ്പയോട് കമ്പനി അടിക്കാത്ത? നിങ്ങൾ ഫ്രണ്ട്സിനോട് ചിരിച്ച് കളിച്ച് തമാശ പറയുന്നത് പോലെ ഉപ്പയോട് തമാശ പറയണ്ടോ? ഉപ്പ പൈസ വാങ്ങാനുള്ളൊരു മരമായിക്കൊണ്ട് എന്ത് ചെയ്തു? അവസാനിച്ചു പല ആളുകൾക്കും ഉണ്ടോ. ഇനി പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഗൾഫിൽ പോവാത്തതെന്നുള്ളത്. ഇതിലിപ്പോൾ ചില ആളുകൾക്ക് ഫാദർ ഗൾഫിലുണ്ടാവും കേട്ടോ, എല്ലാവരും എനിക്കറിയില്ല, എന്നോട് ചോദിക്കലുണ്ട്. ഇപ്പം ഞാൻ പറയും, എനിക്ക് ഗൾഫ് പോവാതിരിക്കാനുള്ള ഒരൊറ്റ റീസണേ ഉള്ളൂ. ഒരൊറ്റ റീസൺ, എനിക്ക് പൈസ വേണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വലിയ പൈസ ഉള്ള ആളൊന്നുമല്ല, ഒരൊറ്റ റീസണേ ഉള്ളൂ. എനിക്കെൻ്റെ ഉമ്മാനും ഉപ്പാനും വിട്ടിട്ട് വേറെ നാട്ടിൽ പോകാൻ കഴിയില്ല. എനിക്കെൻ്റെ വൈഫിനെ വിട്ടിട്ട് പോകാൻ കഴിയില്ല, കുട്ടികളെ വിട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പോകാത്തത്. എൻ്റെ റീസണേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല കഷ്ടപ്പാടാണെങ്കിലും വേണ്ടില്ല ഭാര്യൻ്റെയും കുട്ടികളെയും കൂടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ഇവിടെ കഴിയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങളുടെ ഉമ്മാൻ്റെ കൂടെ ജീവിക്കാൻ പൂതിയില്ലാഞ്ഞിട്ട് പോവല്ലേ ഗൾഫിക്ക്? യെസ് ഓർ നോ? ഉമ്മാൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോവല്ലേ ഗൾഫിക്ക്? യെസ് ഓർ നോ? അല്ല. ഉപ്പാക്ക് ഇഷ്ടം എന്താണ്? ഉപ്പ കല്യാണം കഴിച്ച, ഉപ്പ സ്നേഹിച്ച ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മാൻ്റെ കൂടെ സ്നേഹിച്ച് നിങ്ങളെ കൂടെ കളിച്ച് ചിരിച്ച് നിങ്ങളെ വീട്ടിൽ കഴിയാനാണ് ഉപ്പാക്ക് ഇഷ്ടം. പക്ഷെ ഉപ്പാൻ്റെ ഇഷ്ടം മറന്നിട്ട് നിങ്ങളെന്ന സ്വപ്നം, എൻ്റെ കുട്ടീനെ പഠിപ്പിക്കണം, എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കണം, നല്ലൊരു വീടുണ്ടാക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മേൻ്റെ സ്നേഹം ഒഴിവാക്കിയിട്ട് ആര് പോണത്? ഉപ്പ ഗൾഫിക്ക് പോണത്. ആ ഉപ്പയോട്
പച്ച കള്ളം പറയുന്ന കുട്ടികളുണ്ട്. ഉണ്ടോ? ഉപ്പ കുറേ ഉമ്മയും കുറേ വെയിൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തന്ന നമ്മളെ ഈ ആരോഗ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ആരോഗ്യം കരുത്തും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരധ്വാനിച്ചതാണ് ഈ ആരോഗ്യം, ശരീരം? നിങ്ങൾ ഇട്ടിക്കണ വസ്ത്രം ആരോ മേടിച്ചതാ? ഉപ്പിമ്മി മേടിച്ചതല്ലേ? ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കുക കേട്ടോ. ചോദ്യം ഒന്നുകൂടി ഞാൻ ചോദിക്കുക. ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയും സ്നേഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ പറയാം. പനുമാനെ സ്നേഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് എന്നല്ല എല്ലാവരും ഉത്തരം. ഞാൻ ചോദ്യം ലാസ്റ്റ് ഒന്നുകൂടി ചോദിക്കും, ഞാൻ മറന്നു ഓർമ്മപ്പെടുത്തണം കേട്ടോ. ഓക്കെ, വേറെ ഭാഗത്തേക്ക് പോവാണ്. എന്താ ഇത് കാണുന്നത്? എന്താ? ഇത് ജപ്പാനിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ ജപ്പാനത്തെ വീട് അതിൻ്റെ ഫോട്ടോ തന്നെ എടുത്തിട്ടുള്ളത്. ജപ്പാനിൽ ഭൂമിയിലൊക്കെ നടന്നു. +1 അറബി ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റോറി പറയുന്നുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ. വീട് തകർന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തകർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോയി ഒരു വീട്ടിലേക്ക് നോക്കിയ സമയത്ത് വീടിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയോ? വീടിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ മയ്യത്ത് കണ്ടു. ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ട് ഉള്ളിൽ ആ സ്ത്രീയുടെ മയ്യത്തിന് പിടിച്ചു നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പം മരിച്ചെന്ന് ഉറപ്പായി. അപ്പോൾ ഇനി അവിടെ നിൽക്കണ്ട, കാരണം ഇവർക്ക് മരിക്കാത്ത ആളുകളെ രക്ഷപ്പെടുത്തണം. അവരടുത്ത വീട്ടിലേക്ക് പോയി. ഓരോ വീടിനെ തിരഞ്ഞെടുത്തിന് അടുത്ത വീട്ടിലേക്ക് പോയി. അങ്ങനെ പോകണ വഴിയിൽ ഈ ടീമിലെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. ആ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഒരു ഉൾവിളി. ആ മയ്യത്ത് കിടക്കുന്ന രീതി ശരിയല്ലല്ലോ, എന്തോ ഒരു അപരിചിതത്വം ഉണ്ട് കിടക്കണേൽ. അങ്ങനെ ഇയാൾ മാത്രം തിരിച്ചു വന്നു. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടോ. ഇയാൾ ആ മയ്യത്തിനെ ഇങ്ങനെ നോക്കിയപ്പോൾ മയ്യത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂദിലേക്ക് പോകില്ലേ, അതേപോലെ കിടക്കണത്. അങ്ങനെ മരിച്ചെടുക്കില്ലല്ലോ നോർമലി. നോർമലി ഇങ്ങനെയല്ല മരിച്ചെടുക്കുക. അപ്പം ഇതെന്താ എങ്ങനെ കിടക്കണത്? അങ്ങനെ അയാൾ പോയിട്ട് എന്ത് ചെയ്തു? ഈ മയ്യത്ത് കിടക്കണതിൻ്റെ താഴ്ഭാഗത്ത് എന്താണുള്ളത് ഇങ്ങനെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഇയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തിഫ്ലുൻ, ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. ഒരു കുട്ടിയുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും കൂടി ഓടി വന്നു. ഈ ബിൽഡിങ്ങിൻ്റെ കല്ലും കമ്പിയും ഷീറ്റും ഒക്കെ മാറ്റി ആ മയ്യത്തിനെ പുറത്തേക്ക് എടുത്തിട്ട് മയ്യത്തിനോട് മാറ്റിയിട്ട് ഉള്ളിലെ കുട്ടിയെ പുറത്തേക്ക് എടുത്തു. നോക്കുമ്പോൾ 3 മാസം പ്രായമുള്ള, പാല് കുടിക്കുന്ന പ്രായമുള്ള കുട്ടിയാണ്. കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്. അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ കുട്ടിയെ പൊതിഞ്ഞൊരു പുതപ്പുണ്ട്. ആ പുതപ്പ് ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ ഒരു മൊബൈൽ ഫോൺ കണ്ടു. ആ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ എന്തോ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോക്ടർ ആ മെസ്സേജ് ഇങ്ങനെ വായിച്ചു. ഡോക്ടർ കരച്ചിൽ വന്നു. ഡോക്ടർ ഈ മറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വായിക്കാൻ കൊടുത്തു. ഇത് വായിക്കുന്നവർക്ക് ഇങ്ങനെ കരയാണ്. ആ മെസ്സേജിൻ്റെ മലയാളതാണ് കേട്ടോ. മോനെ, നിനക്ക് എങ്ങാനും ഒരു ജീവിതമുണ്ട് എങ്കിൽ നീ അറിയണം, ഈ ഉമ്മാക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് നീ അറിയണമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഭൂമി കുലുങ്ങുന്ന സമയത്ത് ഉമ്മാൻ്റെ തോളിൽ കുട്ടിയുണ്ട്. ഉമ്മ വിചാരിക്കുകയാണ് അലമാരയിൽ വെച്ച് പൂട്ടിയാൽ കുട്ടി രക്ഷപ്പെടുമോ? ഇല്ല. കട്ടിൻ്റെ അടിക്ക് വെച്ചാൽ രക്ഷപ്പെടുമോ? റാക്കിൻ്റെ മേലേക്ക് വെച്ചാൽ രക്ഷപ്പെടുമോ? ഉമ്മാക്കറിയാം, ഈ കുട്ടിയെ ഞാൻ എവിടെ വെച്ചാലും എൻ്റെ കുട്ടി മരിക്കും. എന്നാൽ ഈ കുട്ടി മരിക്കാത്ത ലോകത്തെ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഉമ്മാൻ്റെ ശരീരമാണ്. കുട്ടി ഒരു പുതപ്പിൽ പൊതിഞ്ഞ് നിലത്ത് വെച്ചു. ഉമ്മാക്ക് പറയാനുള്ള കാര്യം മൊബൈൽ ടൈപ്പ് ചെയ്ത് കൂടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഉമ്മ കുട്ടിക്ക് നേരെ ഇങ്ങനെ കുനിഞ്ഞ് നിന്നെടുത്തു. ബിൽഡിങ് പൊളിഞ്ഞു, എല്ലാം ദേഹത്തേക്ക് വീണ് തല പൊട്ടി ഉമ്മ മരിച്ചു. പക്ഷേ ഉമ്മ എന്തിനനുവദിച്ചില്ല? ആ കുട്ടിയെ മരിക്കാൻ അനുവദിച്ചില്ല. ലോകത്ത് ഇങ്ങനെ ചെയ്യാൻ ഉമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഒരു കാമുകനും ഒരു ഭർത്താവും ഒരാളും ഇങ്ങനെ ചെയ്യൂല, ഉമ്മ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾക്കുള്ള മെസ്സേജ് ഒന്നുമില്ല കേട്ടോ. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തട്ടിയ കാര്യം എന്താ? ഈ ഡയലോഗ് ഈ ഉമ്മ പറഞ്ഞ ഡയലോഗല്ല, നിങ്ങളൊക്കെ ഉമ്മമാർ പറഞ്ഞ ഡയലോഗാണ്. എപ്പോഴെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉമ്മയോട് തെറ്റി വാശി പിടിച്ചിട്ട് പോയി കിടന്നുറങ്ങലില്ലേ? ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങലില്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന കുട്ടിയുടെ മനസ്സിലെന്താ? ഉറങ്ങണ കുട്ടിക്ക് പേടി ഉണ്ടാവോ? ഭക്ഷണം കിടന്ന് മരിക്കുന്ന പേടി ഉണ്ടാവോ? ഇല്ല. കുട്ടീൻ്റെ ഫ്രണ്ട്സിന് പേടി ഉണ്ടാവോ? ഇല്ല. അയൽവാസിയിൽ ആർക്കെങ്കിലും പേടി ഉണ്ടാവോ? ഇല്ല. പക്ഷെ ഒരാൾക്ക് പേടി ഉണ്ടാവും. ആർക്കാ? ഉമ്മാൻ്റെ മനസ്സിലുണ്ടാവും, പടച്ചോനെ എൻ്റെ മോള് ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് ടെൻഷൻ ഉണ്ടാവും. അപ്പം വിചാരിക്കട്ടോ, ഉമ്മ ഒന്ന് പേടിക്കട്ടെ, എന്നാലെങ്കിൽ എൻ്റെ ഫോണ് മേടിച്ചു തരുമല്ലോ. ഉമ്മ ഒന്ന് ടെൻഷൻ അടിക്കട്ടെ, എന്നാലേക്ക് ഡ്രസ്സ് കിട്ടുമല്ലോ.
സ്വന്തം ഉമ്മയെ ടെൻഷൻ അടുപ്പിച്ച് മൊബൈൽ ഫോണും ഡ്രസ്സും വാങ്ങുന്ന കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഉണ്ടോ? എന്താ കാരണം? എന്താ? ഉമ്മ നമ്മളെ സ്നേഹിച്ചു എന്നൊരു കാരണം കൊണ്ട് ഉമ്മയുടെ സ്നേഹത്തെ ചൂഷണം ചെയ്യാണ്. ഉണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ അങ്ങനെ കിടന്നുറങ്ങിയ നിങ്ങളെ റൂമിലേക്ക് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉമ്മ വന്നിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴാണെന്നറിയോ? ഉമ്മയോട് ദേഷ്യം പിടിച്ച് ചീത്ത വിളിച്ചിട്ട് ഡോർ ഉറക്കെ അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നു. നിങ്ങൾ പോയി പണി നോക്കി ഒന്ന് പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഉറങ്ങിയതിന് ശേഷം ഉമ്മ റൂമിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഉണ്ടാവും മൊബൈൽ ഫോൺ കയ്യിൽ കിടക്കുന്നുണ്ടാവും. ഉറങ്ങിപ്പോയപ്പോഴേ ഉമ്മ ഫോൺ വാങ്ങി ടേബിളുമ്മക്ക് വെക്കും. ചിലപ്പോൾ പുതച്ചിട്ടുണ്ടാവില്ല, ഉമ്മ പുതച്ച് തരും. കാലും കൈ ഇങ്ങനെ വൈഡായി കിടക്കുന്നുണ്ടാവും, ഉമ്മ നേരാക്കി തരും. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ കണ്ണിലിങ്ങനെ കണ്ണുനീര് വരും. കാരണം എന്താണെന്നറിയോ? ഉമ്മേൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒച്ചയിട്ട വാക്ക് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്ക് ചീത്ത വിളിച്ചില്ല ഉമ്മാനെ. ഉമ്മ അങ്ങനെ കണ്ണ് നിറയും. ഒരു ഉമ്മ അങ്ങനെ നമ്മളെ ചെവിയിൽ ഇങ്ങനെ തലോടി മുടിയിൽ തലോടി ഉമ്മ പറയണ്ടാവുന്നറിയോ? മോനെ ഇജിനോട് എത്ര ദേഷ്യപ്പെട്ടാലും, മോളെ എത്ര എന്നോട് ദേഷ്യപ്പെട്ട് ചാടി കളിച്ചാലും ഉമ്മാക്ക് എന്നെ വല്ലാത്ത ഇഷ്ടാട്ടോ, അതുകൊണ്ട് ഉമ്മ നിന്നെ ശപിക്കാത്തത് എന്നുമ്മ പറയണ്ടാവും കേട്ടോ. അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് ആര്? നമ്മുടെ ഉമ്മ. എൻ്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ സമയം ഒന്ന് ആലോചിച്ചു. എപ്പോഴെങ്കിലും ജിന്നോട് എന്നാൽ അങ്ങനെ ചെയ്തല്ലടി, എടാ അജി എന്നാൽ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഭയങ്കര സങ്കടമായടാ എന്ന് ഉമ്മ കരഞ്ഞതെന്ന് ആലോചിച്ചു വെറുതെ ആണോ? ചിത്രം എന്താ? ചിത്രം എന്താ? ചിത്രം എന്താ? ചിത്രം എന്താടാ? മരണപ്പെട്ടതാ? ഞാൻ നിങ്ങളോട് ആരും ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് ആരോടും മൊബൈൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളാരും ഇവിടെ നോക്കി ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഫേസ് മാറി, നിങ്ങൾ വളരെ സൈലൻ്റായി വളരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഒന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പല ക്ലാസ്സിലും പറഞ്ഞത് തന്നെയാണ്. നല്ലതുകൊണ്ട് ഇവിടെ അത് പറയണമെന്ന് തോന്നിയോണ്ട് പറയാണ് കേട്ടോ. ഈ വിഷയവുമായി ബന്ധമുള്ളതുകൊണ്ട് 2019 മെയ് മാസം 8-ാം തീയതി, അന്ന് റമദാൻ മാസം 3 എന്തുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ഓർക്കണമെങ്കിൽ ഇത് ബാക്കി പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചില്ല, ഉമ്മാനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലോ. എനിക്ക് എൻ്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് വെച്ചാൽ ഞാനിപ്പോൾ ഈ പല പ്രോഗ്രാം കഴിഞ്ഞിട്ടേ രാത്രി 1 മണി 2 മണിക്ക് എൻ്റെ വീട്ടിൽ കയറി വെച്ചു 3 മണിക്കൊക്കെ എത്തും. എൻ്റെ ഉമ്മാക്ക് തീരെ വയ്യ, കാലുകൊണ്ട് വയ്യ, കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ്, ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം എന്താ, പഠിച്ചോനെ ഉമ്മാനെ ഉണർത്തണ്ട. അപ്പോൾ ഞാൻ എല്ലാ വാതിലും മുട്ടും, വൈഫിനെ ഉണർത്താൻ വേണ്ടി വാതിൽ മുട്ടും. പക്ഷെ എൻ്റെ വൈഫ് ചിലപ്പോൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. എൻ്റെ ഉമ്മ വയ്യാത്ത കാലം കൊണ്ട് എന്ത് ചെയ്യുന്നവരോ ഒന്ന് വാതിൽ ഉറക്കും. അങ്ങനെയാണ്. നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ ഉമ്മാക്ക് ഉറക്കം വരില്ല. അങ്ങനെയൊക്കെ എൻ്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടം. ഉമ്മാൻ്റെ കൂടെ ഞാൻ ഇരിക്കും, മരുന്ന് കൊടുക്കും, കാല് വേദന വരുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കും. അങ്ങനെ എപ്പോഴും ഉമ്മാനെ കൂടെ ഇരിക്കലുണ്ട്. ഒരു ദിവസം ഞാൻ രാവിലെ ഒരു 11 മണിയൊക്കെ ഉമ്മാനോട് വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെയ് മാസം ഈ 8-ാം തീയതി വീട്ടിൽ നിന്ന് പോയി. കോഴിക്കോട്ടൊക്കെ ഞാൻ പോണത്. കോഴിക്കോട് ഒരു 4 മണിക്ക് ഞാൻ എത്തി. ഞാനിങ്ങനെ ട്രെയിൻ ഇറങ്ങിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഫോണിൽ കോള് വരികയാണ്. ആരെ വിളിക്കണമെന്ന് അറിയങ്ങൾ? എൻ്റെ ഉമ്മയാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ. ഉമ്മ എന്നെ വിളിച്ചു, മോനേന്ന് വിളിച്ചു. എൻ്റെ ഉമ്മ പേരല്ല എന്നെ വിളിക്കുന്നത്, മോനേന്ന് വിളിക്കാം. മോനെ ഈ ഇന്ന് വരുവോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഇന്ന് വരും കേട്ടോ, എന്തായാലും വരും, എന്തായാലും വരണം, നമുക്ക് നാളെ ആശുപത്രിക്ക് പോകാനുള്ളതാണെന്ന് പറയാം. ആയിക്കോട്ടെ വരും. നോമ്പല്ലേ, റമദാൻ മാസം 3 മീറ്റിംഗ് കഴിഞ്ഞു, നോമ്പ് തുറന്നു, നിസ്കരിച്ചു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്താവും പ്രാർത്ഥിക്കുന്നുണ്ടാവുക? എന്താവും? ഉമ്മാൻ്റെ അസുഖം മാറ്റണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെയല്ല പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, പഠിച്ചോനെ ഈ റമദാനിൽ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കൊരാഗ്രഹമുണ്ട് റബ്ബേ, അടുത്ത റമദാനിലും എൻ്റെ ഉമ്മാനെ ഇതിൻ്റെ കൂടെ തരണം. നിങ്ങൾക്ക് ആഗ്രഹമില്ല? അങ്ങനെ ആഗ്രഹമില്ലേ? ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ഫോൺ എവിടെയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഫോൺ ഇടാ മീറ്റിംഗ് റൂമിലാണ്. ഈ വേഗം ഫോൺ എടുത്ത് വീട്ടിൽ വിളിക്കുന്നതായിരുന്നു. ഒരു ടെൻഷനാണ് കയറി ഇങ്ങനെ. എന്താ കാരണം? ഉമ്മാക്ക് വയ്യാത്തല്ലേ. ഞാൻ മേലെ മീറ്റിംഗ് റൂമിൽ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ 6 മിസ്ഡ് കോൾ എൻ്റെ ഫോണിൽ. ഞാൻ ഫോൺ എടുത്തു, ഇവിടുന്ന് കോൾ തരും, വീട്ടിൽ നിന്നാണ്. വീട്ടിലേക്ക് ഞാൻ വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പം എൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ, ഉപ്പ കോളിങ്. ഉപ്പാൻ്റെ കോൾ ഇങ്ങനെ വരികയാണ്. മനസ്സില്ലാ മനസ്സോടെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ചെവിക്ക് ഫോൺ ഇങ്ങനെ വെച്ചു. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ ഉപ്പ എന്നോട് പറയാണ്, എന്താ പറയുന്നതറിയോ, ഉമ്മ പൊയ്ക്കിനിട്ടാന്ന്. ആകണ്ട് ഷോക്കായി.
പടച്ചോനെ, ലോകത്ത് ഞാൻ എന്ത് കേട്ടാലും ഉമ്മ മരിച്ചിക്കണമെന്ന് മാത്രം ഞാൻ കേൾക്കരുത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. നിങ്ങളങ്ങനെ ആഗ്രഹിക്കണില്ലേ? എൻ്റെ വീട്ടിലേക്ക് ഞാൻ രാത്രി 8:30 എത്തിയപ്പോൾ എൻ്റെ വീടിൻ്റെ ഹാളിൽ ഫ്രീസറില്ല, മയ്യത്തൊക്കെ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെള്ളം പുതച്ചിട്ട് എൻ്റെ ഉമ്മാനെ മയ്യത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ റൂമിൽ പോയി ഇങ്ങനെ ഇരുന്നു. എൻ്റെ പെങ്ങളൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഞാനൊരു സ്റ്റൂൾ എടുത്തിട്ട് കൊണ്ടുവന്നു. ഈ മയ്യത്തിൻ്റെ തലൻ്റെ അവിടെ വെച്ചു. ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് ഇതിൻ്റെ മേലെ, ഫ്രീസറിൻ്റെ മേലെ ഈർപ്പല്ലേ, വെള്ളം ഇങ്ങനെ വരുമല്ലോ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ, അത് ഇങ്ങനെ തുടച്ചിട്ട് ഉമ്മാൻ്റെ മയ്യത്ത് ഇങ്ങനെ ഉമ്മാൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നേരം വെളുക്കോളം. എന്തിനങ്ങനെ ഇരിക്കണമെന്നറിയോ? നാളെ നേരം വെളുത്ത് എൻ്റെ ഉമ്മാനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ എൻ്റെ ജീവിതത്തിൽ പടച്ചോനെ ഉമ്മാനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ ഉമ്മാനെ കാണാൻ കഴിയില്ല. ഇപ്പം ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മാനെ കാണുന്ന വല്ലാത്ത പൂതിയുണ്ട്. പടച്ചോനെ ഉമ്മാനൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ കാണാൻ പറ്റുമോ? 2 മെസ്സേജ് നിങ്ങൾക്ക് ഇതിന്ന് പറയാനുണ്ട്. ഒന്ന് ചാരി ഇരുന്ന് കണ്ണടച്ച എല്ലാവരും വെറുതെ ഒന്ന് ചെയറിൽ ചാരിക്കൊന്ന് കണ്ണടക്കാം. നിങ്ങളെ വീട്ടിൽ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഹാള്, ആ ഹാളിലൊരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടിട്ട് ഉമ്മാനെ കഫൻ ചെയ്തിട്ട് കിടത്തിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഉമ്മാനെ വെള്ള പുതച്ചിട്ട് നിങ്ങളിങ്ങനെ നോക്കുക കേട്ടോ. ഉണ്ടോ? ഉമ്മ എന്നേക്കുമായിട്ട് പോയി. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഉമ്മാൻ്റെ ശല്യമില്ല കേട്ടോ. പഠിക്കാത്തതിൻ്റെ പേരിൽ മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കണ ഒരു ഉമ്മ ചീത്ത പറയില്ല. ഉമ്മാൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു. ഇനി ഞാൻ പറയുമ്പോൾ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ ഉമ്മയെപ്പോലെ മൂടിയിട്ടൊരു മയ്യത്തിന് നിങ്ങൾക്ക് മുമ്പിൽ കാണാം. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങൾ ഉമ്മയെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. കണ്ണുറക്കാം. നിങ്ങളെക്കൊണ്ട് വിചാരിക്കാൻ പറ്റുന്നുണ്ടോ ഉമ്മ മരിച്ച്? ഉമ്മാൻ്റെ മയ്യത്ത് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ നിങ്ങൾ ഉമ്മ കിടക്കണ്, ഇതിനുള്ളിൽ നിങ്ങൾ കിടക്കണ നിങ്ങൾ ഉമ്മയാണ്. ഞാൻ ചോദിക്കട്ടെ, വിചാരിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഉമ്മയറിയാതെ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കുറേ തെറ്റുകൾ ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾക്കൊന്ന് ഉമ്മ അങ്ങനെ ഈ കോലത്തിൽ മരിച്ചു കിടന്നാൽ ഒന്ന് സോറി പറയാൻ പറ്റുമോ? ഉമ്മാനോട് പച്ച കള്ളം പറഞ്ഞ് ഉമ്മാനോട് ദേഷ്യപ്പെട്ട വാക്കുകൾ ഉമ്മ എന്നോട് ക്ഷമിക്കണം, സോറി ഇട്ടോ എന്ന് പറയാൻ ചാൻസ് കിട്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, വിഷമിപ്പിക്കാൻ വേണ്ടിയില്ല, റിയാലിറ്റി ബോധ്യപ്പെടുത്താനാട്ടോ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം എന്താ? നിങ്ങൾ 100% 100% നിങ്ങൾ മനസ്സിൽ എഴുതി വെച്ചോളി. നിങ്ങൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ ഉമ്മാൻ്റെ മയ്യത്ത് കാണും. എക്സാമ്പിൾ അല്ല, റിയാലിറ്റി. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഈ കണ്ണുകൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് ഞാൻ കണ്ടിക്കണ്. നിങ്ങൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോ വന്ന് പറയും, എടാ ഉമ്മ മരിച്ചിരിക്കണ കേട്ടോ എന്ന് പറയും. നിങ്ങളെ ചെവി കൊണ്ട് ഉമ്മാൻ്റെ മരണവാർത്ത നിങ്ങൾ കേൾക്കും. എന്തുകൊണ്ടാണ് സാർ നിങ്ങളിങ്ങനെ പറയണത്? എൻ്റെ ഉമ്മാൻ്റെ മരണവാർത്ത കേട്ട ചെവിയാടോ അത്? ആലോചിച്ച് ഇപ്പം നിങ്ങൾക്കേ ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് മനസ്സിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഉമ്മയോട് ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ ചെയ്ത കള്ളത്തരങ്ങൾ, ഉമ്മ ഒന്ന് പുറത്തു തരണം കേട്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ പറ്റിച്ചിരിക്കണം, ഇങ്ങനെ കളവ് ഞാൻ പറഞ്ഞിരിക്കണം, ഒന്ന് പുറത്തു തരണം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുകയാണ്, സങ്കടപ്പെട്ടിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോൺ കോൾ വന്നു, ഒരാൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്.
കൂട്ടിക്കൊണ്ടുപോവാണ്. ഇന്ന് നിങ്ങൾ കുടുംബത്തിനാളെ ഒന്ന് കൂട്ടിക്കൊണ്ടേ വീട്ടിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ വീട്ടിൽ കുറേ ആൾക്കാർ, ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, കുറേ ആൾക്കാർ ഉമ്മ ശരിക്കും മരിച്ചെന്ന് വിചാരിക്കും നിങ്ങൾ വെറുതെ. ഇപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങളിങ്ങനെ കുറേ പൂജ വെച്ചില്ലേ, ഉമ്മാനൊന്ന് കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മ കൊടുക്കണം, കുറേ തമാശ പറയണം, ഉപ്പാനോട് നല്ലപോലെ സ്നേഹത്തിൽ ഇടപഴകണം, ഇങ്ങനെ വിചാരിച്ചില്ല നിങ്ങളെ പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാൻ അവസരം ഉണ്ടാവുമോ? അവസരം ഉണ്ടാവുമോ? യെസ് ഓർ നോ? ഉണ്ടാവുമോ? ഞാൻ സ്കൂൾ അധ്യാപകനാണ്. പല കുട്ടികൾ വീട്ടിൽ നിന്ന് രാവിലെ തെറ്റിയിട്ട് സ്കൂൾക്ക് വരും. എന്നിട്ട് ഇന്ന് ഉമ്മാർ വിളിക്കും, മാഷേ മോളിന്ന് തെറ്റിയിട്ട് ഭക്ഷണം കൊണ്ടുവരാതെ സ്കൂൾക്ക് വന്നിട്ടുള്ളത്, ഞാൻ ആ ഭക്ഷണം ഒന്ന് കൊടുന്നു തരട്ടെ, മാഷ് കൊടുക്കുമോ? ഒരു മാഷ അറിയിക്കേണ്ട ഗതികേട് നോക്കിയ ഉമ്മാൻ്റെ ഉണ്ടോ? നിങ്ങളെ ധൈര്യം എന്താണെന്നറിയോ? രാവിലെ നിങ്ങൾ തെറ്റി വീട്ടിലേക്ക് വന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ ഉമ്മ വീട്ടിലുണ്ടാവും എന്നുള്ള ധൈര്യമല്ലേ? ഞാൻ രാവിലെ 11 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോരും, എൻ്റെ ഉമ്മ വീട്ടിലില്ലേ? എൻ്റെ ഉമ്മ മരിക്കുന്നൊക്കെ അറിയുമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോരുമോ? എൻ്റെ ഉമ്മ മഗ്‌രിബിന്റെ സമയത്ത് അറ്റാക്ക് വന്നിട്ട് ചോര ഛർദ്ദിച്ചിട്ടാണ് മരിച്ചത്. ഞാനല്ലാത്ത എല്ലാവരും വീട്ടിലുണ്ട്, ഞാനില്ല. ഉണ്ടോ? നമ്മൾ എപ്പോഴോ വീട്ടിൽ നിന്ന് വന്ന് എവിടെയോ ജോലി ചെയ്യുമ്പോൾ, കളിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന ഇടയിൽ പെട്ടെന്ന് കോൾ വരും, എടാ ഉമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉമ്മ മരിച്ചിട്ടുണ്ടാവും, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഉമ്മയൊന്ന് കെട്ടിപ്പിടിക്കണം. ഉമ്മക്ക് എന്താ ഫീൽ ചെയ്യുന്ന നിങ്ങൾ? ഉമ്മാൻ്റെ കണ്ണ് നിറയും. ഉമ്മാൻ്റെ കണ്ണ് നിറയും. എന്താ കാരണം? ഉമ്മ എത്രയോ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. നിങ്ങൾ ഉമ്മാനെ ഒരു ഉമ്മ കൊടുത്ത് നോക്കി, നിങ്ങൾ കെട്ടി ഒറ്റ ഉമ്മ കൊടുക്കുക, ഉമ്മ അങ്ങനെ കരച്ചിലൊക്കെ ഉണ്ട് വരും. ഉമ്മാനോട് നമ്മൾ പറഞ്ഞ ഉമ്മ ചില വാക്കുകൾ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് സമാധാനിപ്പിച്ചു നോക്കി. ഉമ്മ ഞാൻ നിങ്ങളറിയാതെ ഇങ്ങനൊരു അഫെയർ ഉണ്ടായിരുന്നു, ഉമ്മ ഞങ്ങളെ ചതിക്കായിരുന്നു, ഉമ്മ ഞാൻ അന്നത്തോടെ നിർത്തും, ഉമ്മ നിങ്ങൾ തരുന്ന പൈസ ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് എടുക്കലുണ്ട്, ഉമ്മ ഞാൻ അന്ന് നിങ്ങളോട് ഇങ്ങനെ ചൂടായത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഉമ്മ, ഞാൻ പറയാൻ പാടില്ലെന്നു, ഉമ്മ ഒന്ന് പുറത്തിറണം ഉമ്മ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കുറേ ഒച്ച ഉണ്ടാക്കിയാണ് ഉമ്മ, നിങ്ങളെ മനസ്സ് വേദനിച്ചത് എനിക്കറിയാം, ഒന്ന് പുറത്തു വരും ഉമ്മ എന്ന് പോയിട്ട് ഒന്ന് ഉമ്മാനോട് പറയണം. ഉപ്പാനൊന്ന് പോയി കെട്ടിപ്പിടിച്ച് നോക്കി, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, മുതിർന്ന ആൺകുട്ടിക്ക് ധൈര്യം ഉണ്ടോ ഒന്ന് ഉപ്പാനെ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ? ആ സാധു ചിലപ്പോൾ ഒന്നും ഉണ്ടൂല കേട്ടോ, 2 കണ്ണും നിറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ മോനക്ക് ഇപ്പം എന്താ പറ്റി? അത് പ്ലേ ചെയ്യോ? ഓഡിയോ പ്ലേ ആവോ? ഓക്കെ, ഒന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ചാരിയിരിക്കാം, ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കണ പോലെ കൈ പിടിച്ചേ. ഒന്ന് മനസ്സറിഞ്ഞിട്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇനി എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും, എൻ്റെ ഉപ്പാനോട് ചെയ്യുന്ന ഇന്ന തെറ്റുകൾ, ഇന്ന സംസാരം ഞങ്ങൾക്ക് ഇനി ഒഴിവാക്കും, ഉപ്പാനോട് ഞാൻ ഇങ്ങനെ പെരുമാറിഞ്ഞു, ഉമ്മാനോട് ഞാൻ ഇനി ഇന്ന ഒക്കെ കെട്ടിപ്പിടിക്കൊരു ഉമ്മ കൊടുക്കും, ഒരിക്കലും എൻ്റെ ഉമ്മാനെ മനസ്സ് വിഷമിക്കുന്ന സംസാരം ഞാൻ സംസാരിക്കില്ല. കൈ നല്ല പ്രാർത്ഥിക്കുമ്പോൾ നല്ല അമർത്തി പിടിക്കുക, ഉമ്മാൻ്റെ കൈ ഒന്ന് പിടിച്ച പോലെ അത് ഫീൽ ചെയ്യണം. ഇത് ഉമ്മാൻ്റെ കൈ ആയിരുന്നുവെങ്കിൽ എന്തൊക്കെയൊക്കെ ഉമ്മാനോട് പറയുന്നു, ആത്മാർത്ഥം കരഞ്ഞോണ്ട് പഠിച്ചോണ്ട് പറഞ്ഞു നോക്കി, പഠിച്ചോനെ എൻ്റെ ഉമ്മാനെ ഞാൻ ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ടുണ്ട്, പഠിച്ചോനെ ഞാൻ ചെയ്യൂല എന്നൊന്ന് പറഞ്ഞു നോക്കി. ഈ വരികൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാം, നിങ്ങൾ പറഞ്ഞതുപോലെ ഫീൽ ചെയ്യാം.
അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്നെയും മാന്റെ മകനാവണം. കരൾ പൊട്ടി എനിക്കായി നിന്നോടു തേടിയ പ്രിയമുള്ളൊരു പാന്റെ മകനാ. ഓക്കെ, കണ്ണുറക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? ഈ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞതിന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരെ കണ്ണും നിറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടില്ലെങ്കിൽ കാരണം എന്താ? നിങ്ങൾ ഞാൻ കരയോന്ന് പേടിച്ചിട്ട് പലരും മൈൻഡ് ഇങ്ങനെ മാറ്റിയാണ്, കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് കാണു വെച്ചിട്ടേ. സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിലൊക്കെ നല്ലോണം സങ്കടമുണ്ട്. അതിനർത്ഥം എന്താ? നിങ്ങളെല്ലാവരും നിങ്ങളെ ഉമ്മാനെ ഉപ്പാനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, സ്നേഹമുണ്ട് ഉള്ളിൽ. പക്ഷെ ചോദ്യം അതല്ല. ഞാൻ കൂടി ചോദിച്ചു സ്നേഹം ഉണ്ടോ എന്നല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. എന്താ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെർബാണ്, പ്രവൃത്തിയാണ്. സ്നേഹം എന്നുള്ള ഉള്ളിലുള്ള സാധനമാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളെ പ്രവൃത്തിയിലൂടെ നിങ്ങളെ ഉമ്മാക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഉമ്മാനോട് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ ഉമ്മാക്കത് നിങ്ങളെ ചിരിയും കളിയും തമാശയും ഉമ്മ പറഞ്ഞ അനുസരിക്കുന്നതിലൂടെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉമ്മ ചിന്തിക്കൽ, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ മോൾ അത് വേണമെന്ന് പറഞ്ഞത്. പഠിച്ചോനെ എൻ്റെ മോനക്കത് താല്പര്യമില്ല, എന്നോട് സ്നേഹമുള്ളതാണ് എൻ്റെ കുട്ടി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങളെ പ്രവർത്തനത്തിലൂടെ നിങ്ങളെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ ഉമ്മാനോട് കാണിക്കണ്ടോ? സത്യത്തിൽ ഇത്രയും ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് നമ്മളെ ഉമ്മാക്കുപ്പാക്കും നമ്മളെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. നമ്മൾ എത്ര ഭാഗ്യമില്ലാത്ത മക്കളായി പോയി എന്ന് ആലോചിച്ച് നിങ്ങൾ. നമ്മളെ ഉള്ളിൽ സ്നേഹമുണ്ട് ഉപ്പാനോടും ഉമ്മാനോടും, നമ്മൾ പുറത്ത് കാണിക്കണില്ല. അതുകൊണ്ട് ഒന്ന് തീരുമാനം എടുത്താൽ മനസ്സിനോട് പറയുന്നു, മനസ്സ് തീരുമാനിച്ചാൽ മതി. ഇന്നു മുതൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കും. ആരോടും പറയണ്ട കേട്ടോ, മനസ്സ് തീരുമാനിച്ചാൽ മതി. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവരെത്ര കാലം എൻ്റെ കൂടെ നിനക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മരണം വരെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഇനി ഒഴിവാക്കുന്നതോടെ ഞാൻ നിർത്തും. അത് നിർത്തിയിട്ട് അവിടെ നിന്ന് പോകേണ്ടത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉപ്പിമ്മി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ഞാൻ ഈ ചില കാര്യങ്ങൾ ചെയ്യും. അവർ ഇത്രയും കാലം പലതും പറഞ്ഞു, ഞാൻ ചെയ്തു കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരെ ചിരിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ ഇന്നു മുതൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും. തീരുമാനിച്ചോ? ആരോടും പറയണ്ട, മനസ്സിൽ തീരുമാനിച്ചോ? ഓക്കെ, എൻ്റെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ എന്താണോ നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിച്ചത് അത് അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.